ശ്രീജിത്ത്, ഈ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് നമ്മൾ പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഇടപെടുന്നതും അദ്ദേഹം അവിടെ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി നേരിട്ട് അവർ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ പോയതും ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ ഇതിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ നടന്നിരുന്നെങ്കിലും സഭ ഇവരെ വിശ്വസിക്കുന്നു. ഇവരുടെ ഇടപെടലിനെ ഈ മോചനത്തിനായി അവർ നടത്തിയ പരിശ്രമത്തെ അക്നോളജ് ചെയ്യുന്നു എന്ന് വേണ്ട ഈ കത്തോലിക്ക സഭയുടെ ഇന്നത്തെ ഈ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ശ്രീജ, വളരെ പ്രധാനപ്പെട്ടതാണത്. അതായത് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ CPM-ന്റെ ഒക്കെ വിമർശനം ഉണ്ടാകുന്നു. അതായത് ഈ പാമ്പ്ലാനി പിതാവ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയ ശേഷം അതിനെതിരെ അതിരൂക്ഷ വിമർശനം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ശേഷവും അതേ നിലപാട് BJP അതിൽ ഇടപെട്ടു എന്ന് പറയുകയാണ് ഫലത്തിൽ സിറോ മലബാർ സഭ എന്നുള്ളതാണ്. അതിന് അങ്ങനെ നന്ദി പറയേണ്ട കടമ ഞങ്ങൾക്കുണ്ട് എന്ന ഫലത്തിൽ ഈ രണ്ടുപേരുടെ പേരെടുത്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഷോൺ ജോർജിന്റെ ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ, അവർക്കാണ് അവിടെ അധികാര ബന്ധമുള്ളത് എന്ന്. ഇന്നലെയാണ് തൃശ്ശൂരിൽ സംസാരിച്ചപ്പോൾ K. സുരേന്ദ്രൻ പറഞ്ഞത് ഇനിയും ക്രിസ്മസ് സമയത്ത് ഞങ്ങൾ കേക്കുമായി പോകും എന്ന് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്വാഭാവികമായ ചോദ്യം, ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യമല്ലേ BJPക്ക് എന്ന് ചൂണ്ടിക്കാണിച്ചത്. ഫലത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം BJPക്ക് മാത്രമല്ല, സഭാ ആസ്ഥാനത്തേക്ക് എത്തുന്ന ഓരോരുത്തർക്കും പലതരം ലക്ഷ്യങ്ങളുണ്ട്. അതിനവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സഭ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം വോട്ട് ബാങ്ക് അല്ല എന്നും അദ്ദേഹം തുറന്ന് പറയുകയാണ്. എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്നു. അതുകൊണ്ട് ക്ലിമീസ് കാതോലിക്ക ബാവയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ വിമർശനങ്ങൾ നമ്മൾ കണ്ടു. ഈ വിഷയത്തിൽ BJPയുടെ നിലപാടിനെ ചോദ്യം ചെയ്തു. ഇരട്ടത്താപ്പുണ്ടെന്ന് പറഞ്ഞു. ഇനി കേക്കുമായി വരുന്നതൊക്കെ അത് കഴിഞ്ഞു മതി, മധുരം കഴിക്കലൊക്കെ അത് കഴിഞ്ഞു മതി എന്ന് പറയുന്ന രൂക്ഷമായ പ്രതികരണം നമ്മൾ കണ്ടു. പിന്നീടാണ് ഈ മോചന സ്ഥലത്ത് നമ്മൾ ഷോൺ ജോർജിന്റെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും അനൂപ് ആന്റണിയുടെയും ഒക്കെ സാന്നിധ്യം കാണുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ വാഹനത്തിൽ കയറി കന്യാസ്ത്രീകൾ പോകുന്നത് നമ്മൾ കണ്ടു. ഈ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷമുണ്ടായ പാമ്പ്ലാനി പിതാവിനെതിരായ പരാമർശങ്ങൾ, മാർ പാമ്പ്ലാനിക്കെതിരെ നടന്ന CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായ രൂക്ഷ വിമർശനങ്ങൾ DYFIയുടെ ഭാഗത്തുനിന്നുമുണ്ടായി, MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുമുണ്ടായി. ഇതൊക്കെ സഭയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നതല്ലേ ഈ ഒരു ടൈം ലൈൻ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ഫാദർ ജെയിംസ് കൊക്കവേലിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? തീർച്ചയായും ശ്രീജയ്, ഇത് ഇന്നലെ ചങ്ങനാശ്ശേരി അതിരൂപതയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നത്, ശ്രീജ പറയുന്ന കാര്യങ്ങളുടെ ഒരു ടൈം ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും CPM വലിയ രീതിയിൽ ബിഷപ്പ് പാമ്പ്ലാനിയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു പ്രതിരോധം കൂടിയായി ഫലത്തിൽ BJPയോട് ചേർന്ന് നിന്നൊരു പ്രതികരണം സഭ നടത്തുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരു പരിധിവരെ ഛത്തീസ്ഗഡ് വിഷയത്തിൽ BJP വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന് വലിയ ആകെ ഈ തലശ്ശേരി ബിഷപ്പ് ഒഴികെയുള്ളവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു പ്രതികരണം പിന്നീട് വന്നില്ല. കാര്യമായ പ്രതികരണങ്ങൾ വന്നില്ല. ഈ ലവ് ജിഹാദ് പോലെയുള്ള വിഷയത്തിൽ കത്തോലിക്ക സഭ കാര്യമായ പ്രതികരണവുമായി രംഗത്ത് വന്നില്ല. അത്തരം വിഷയങ്ങളിലായിരുന്നു BJPയും സഭകളും ഒരുമിച്ച് ഒരേ അഭിപ്രായത്തിൽ പലപ്പോഴും എത്താറുള്ളത്. അപ്പൊ ഈ വിഷയത്തിലൊക്കെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സഭയെ ചൊടിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായി അതിലൊരു വിഷയം അത് CPM-ന്റെ കടന്നാക്രമണം തന്നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതിനെ നേരിട്ട് തിരിച്ച് പ്രതിരോധിക്കുന്നു. അങ്ങനെ മാത്രമല്ല, CPM-നെതിരെ ഇനിയും പല സമരങ്ങളിലേക്ക്, ഫലത്തിൽ സർക്കാരിനെതിരായ സമരങ്ങളിലേക്ക് ചങ്ങനാശ്ശേരി അതിരൂപത കടക്കുന്നുണ്ട്. ചിങ്ങം 1 കുട്ടനാട്ടിൽ ഉപവാസ സമരം ആ ബിഷപ്പ് തന്നെ, അതിരൂപതയുടെ ബിഷപ്പ് തോമസ് തറയിൽ അദ്ദേഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഏകദിന ഉപവാസം. അങ്ങനെ സഭ ഒരു സമരത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. ഈ പല വിഷയങ്ങൾ, ഓരോ പ്രദേശത്തെ വിഷയങ്ങളിലെടുത്ത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനിടയിലാണ് ഇങ്ങനെ ഒറ്റതിരിഞ്ഞ ഫലത്തിൽ UDF-ന്റെ ഭാഗത്തുനിന്നും LDF-ന്റെ ഭാഗത്തുനിന്നും ഒക്കെ BJPക്കെതിരായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പുറത്ത് തലശ്ശേരി ബിഷപ്പിനെതിരെ ഫലത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പല ഘട്ടത്തിൽ പല പരാമർശങ്ങൾ നടന്നു. അത് വീണ്ടും ഉറച്ചു നിന്ന് വീണ്ടും അത് തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്.
ആ ഘട്ടത്തിൽ ഫലത്തിൽ BJP-യെ ഫലത്തിൽ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക്, അതും ഏതെങ്കിലും ഒരു അതിരൂപതയുടെയോ കത്തോലിക്ക കോൺഗ്രസിന്റെയോ ഒന്നും ഒരു പ്രതിനിധിയല്ല, ഈ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാളാണ് കാക്കനാട്. അദ്ദേഹവുമാണ് ഈ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വളരെ ഗൗരവമായി എടുത്തു കാണേണ്ടത്.